ഇവിടെ ഒരു ഡെലിവറി ബോയ് രാത്രിയിൽ ഒരു മുത്തശ്ശിക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നു. ഈ സമയം മുത്തശ്ശിയുടെ കൂടെയുള്ള ആ പട്ടിക്കുട്ടിയെ കണ്ടവൻ അതിന്റെ ഫേസ് കാണാൻ വളരെയധികം ഫണ്ണിയാണെന്ന് പറഞ്ഞു ചിരിച്ചതും ഇത് ഇഷ്ടപ്പെടാതെ വന്ന ആ മുത്തശ്ശി ഡെലിവറി ബോയ്ക്ക് ടിപ്പ് കൊടുക്കാതെ വാതിലടച്ചു പോകുന്നു. അങ്ങനെ ഒരു ദിവസം പട്ടിയുമായി ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന മുത്തശ്ശിക്ക് റോട്ടിൽ വെച്ച് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതും അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം മുത്തശ്ശിനെ ഒരു ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നാൽ ആരും തന്നെ ആ പട്ടീനെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് അത് മുത്തശ്ശിക്ക് എന്ത് പറ്റിയെന്നറിയാതെ റോട്ടിൽ മുഴുവൻ ആ മുത്തശ്ശി അന്വേഷിച്ച് നടക്കുന്നു. ഈ ഒരു ടൈമിൽ അതിലൂടെ പോയ ഒരു ഫാമിലിയിലെ ഒരു കൊച്ചുകുട്ടി ഈ പട്ടീനെ കണ്ടതും തന്റെ അച്ഛൻ്റെ അടുത്ത് അവർക്ക് അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയുന്നു. എന്നാൽ അച്ഛൻ അതിന് മറ്റൊരു ഓണർ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആദ്യം നിരസിക്കുന്നുണ്ടെങ്കിലും ആ കൊച്ചുകുട്ടിയുടെ പിടിവാശി കാരണം അച്ഛൻ ഇതിന്റെ യഥാർത്ഥ അവകാശം വരുന്നവരെ നമുക്ക് ഈ പട്ടിയെ വളർത്താമെന്ന് പറഞ്ഞ് അതിനെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ പോകെ പോകെ ആ പട്ടിയുമായി ആ കൊച്ചുകുട്ടിക്ക് വളരെ നല്ല അറ്റാച്ച്മെന്റ് എല്ലാം വന്നതും പെട്ടെന്നൊരു ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണു തുറന്ന മുത്തശ്ശി അവിടുത്തെ നഴ്സിന്റെ അടുത്ത് തന്റെ പട്ടിയെ പറ്റിയെല്ലാം തിരക്കുന്നു. വർഷങ്ങളായി ആ പട്ടിയുമൊത്ത് തനിച്ച് താമസിച്ചു വന്ന മുത്തശ്ശിക്ക് ആ പട്ടിയെ തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നറിഞ്ഞതും ആ വിഷമം താങ്ങാനാവാതെ അവർ ആ പട്ടീനെ തേടി പോകാനായി തീരുമാനിക്കുന്നു. അതിനായി അവർ ആ പഴയ ഡെലിവറി ബോയുടെ സഹായത്തോടെ റോട്ടിൽ മുഴുവനും ആ പട്ടിയുടെ മിസ്സിംഗ് പോസ്റ്റർ എല്ലാം ഒട്ടിച്ചതും ഈ പോസ്റ്റർ നോട്ടീസ് ചെയ്ത ആ കുട്ടിയുടെ അച്ഛൻ ഈ കാര്യം ചെന്ന് ആരുടെ വൈഫിന്റെ അടുത്ത് പറയുന്നു. തന്റെ മകൾക്ക് ആ പട്ടി എന്ന് വെച്ചാൽ ജീവനാണ് എന്നറിഞ്ഞിട്ട് കൂടി അവളുടെ അടുത്ത് നമുക്ക് മറ്റൊരു പട്ടിയെ വാങ്ങാമെന്ന് പറഞ്ഞ് ആ പട്ടീനെ തിരിച്ച് മുത്തശ്ശിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. മുത്തശ്ശിക്കും തന്റെ പട്ടിയെ തിരിച്ചു കിട്ടിയതിൽ വളരെയധികം സന്തോഷമെല്ലാമാവുന്നുണ്ടെങ്കിലും തിരിച്ച് വീട്ടിൽ വന്ന ശേഷം പട്ടിക്ക് പഴയ പോലത്തെ സന്തോഷമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി ഒരു ക്രിസ്മസ് ദിവസം ആ കൊച്ചുകുട്ടീനെയും അവളുടെ പാരൻസിനെയും തന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാനായി വിളിക്കുന്നു. ആ കൊച്ചുകുട്ടിയെ കണ്ട ഉടനെ പട്ടി വേഗം തന്നെ ആ കുട്ടിയുടെ അടുത്തേക്കെല്ലാം ഓടിപ്പോകുന്നത് കണ്ട് മുത്തശ്ശിക്ക് ആ പട്ടിക്ക് ആ കുട്ടിയെ എത്രത്തോളം ഇഷ്ടമാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അങ്ങനെ അന്ന് രാത്രി അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാൻ നേരം മുത്തശ്ശി ആ പട്ടിക്കുട്ടിയുടെ സന്തോഷമാണ് തന്റെയും സന്തോഷം എന്ന് പറഞ്ഞ് അതിനെ ആ കൊച്ചുകുട്ടിക്ക് സമ്മാനമായി കൊടുക്കുന്നു.